ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രയാസലേഖിതരെ 2023 യേശുക്രിസ്തുവിന്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുള്ള സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ലോകമൊക്കെയും. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു വലിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത. യേശുക്രിസ്തുവിന്റെ ജനനം സകല ജനത്തിന്റെയും സന്തോഷമാണ്. യേശുക്രിസ്തു ഒരു മതവിഭാഗത്തിന്റെയോ ഒരു കൂട്ടം ആളുകളെയോ തേടി വന്നവനായിരുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളൊക്കെ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്തവനായ യേശുക്രിസ്തു ലോകത്തിലേക്ക് സമാധാനവും സന്തോഷവും നൽകുവാനാണ് കടന്നു വന്നത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ, യഥാർത്ഥമായി ക്രിസ്തുമസിന്റെ ഈ ആഘോഷ നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം സമാധാനമുണ്ട്, സന്തോഷമുണ്ട് എന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മെ പഠിപ്പിച്ചത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനും പഠിപ്പിക്കുവാനാണ്. ന്യായപ്രമാണ കൽപ്പനകളെ ഉടച്ചു വാർത്ത രണ്ടാക്കി എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കണമെന്നും എന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും പഠിപ്പിച്ചവനായ യേശു ക്രിസ്തു യഥാർത്ഥമായ സ്നേഹവും സമാധാനവുമായി ലോകം നീങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഈ 2023 ക്രിസ്തുമസിന്റെ ഈ നാളിലും യഥാർത്ഥമായ സമാധാനം കൈവരിക്കുവാനായി കഴിയുന്നില്ല. ലോകത്തിലെവിടെയും യുദ്ധത്തിന്റെ ഭീതികളും അക്രമ പ്രവർത്തനങ്ങളും സ്വാർത്ഥതയും മനുഷ്യനെ നടമാടിക്കൊണ്ട് ബലഹീനനായിരിക്കുന്നവനെ ചൂഷണം ചെയ്യുവാനും അവനെ പിടിച്ചെടുക്കുവാനും ശ്രമിക്കുന്ന ചൂഷണ മനോഭാവത്തോടെ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുമസ് ആഘോഷം സന്തോഷകരമായി തീരുന്നില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവനെന്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന് മനസ്സിലാക്കുവാനും കഴിയാത്തിടത്തോളം കാലം യഥാർത്ഥമായ സമാധാനം നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയില്ല. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരസ്പരമായ സ്നേഹവും സഹവർത്തിത്വവും, മറ്റൊരുത്തിന്റെ കണ്ണുനീരിൽ അവനോട് ചേർന്ന് നിൽക്കുന്നതും മറ്റൊരുത്തിന്റെ പ്രയാസത്തിൽ അവനെ ചെന്ന് സഹായിക്കുന്നതും അവനോട് ചേർന്ന് നിൽക്കുന്നതുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകം വളരെ മാറിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതികളിലൂടെ അനേക നിഷ്ഠൂര ജീവനെ ഒന്നെടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ, മയക്കുമരുന്നിന്റെയും ലഹരി ഉപയോഗങ്ങളുടെയും വലിയ മാഫിയ സംഘങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവികമായ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. ലഹരി മാഫിയകൾ എങ്ങനെയും ആരെയും വശപ്പെടുത്തി അവരുടെ നാശത്തിലേക്ക് തിരിക്കുവാനായി ശ്രമിക്കുമ്പോൾ, ഈ 2023 ക്രിസ്തുമസ് അതിനോട് പോരാടി ദൈവമക്കളോട് ചേർന്ന് നിന്ന് ഈ സമൂഹം സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുവാൻ ഇടയാകുമാറ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. 2023 ക്രിസ്മസ് 2024 നാം പ്രവേശിക്കുവാനായിട്ട് തുടങ്ങുകയുമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 23 കുറിച്ച് നാം ആലോചിക്കുമ്പോൾ, അനേകർ ലോകം വിട്ട് കടന്നുപോയി, അനേകർ അപകടത്തിലായി, അനേകർ രോഗികളായി, നിത്യ ബന്ധനങ്ങളിലായി. എന്നിട്ടും ഇത്രത്തോളം നമ്മെ കാത്ത ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തയ്യാറായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മിൽ ജനിക്കട്ടെ, ക്രിസ്തു നമ്മിൽ ജനിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മയുമാമോദവുമോലും ശുഭ
കന്യക പെറ്റു തന്നിൽ മുതിർന്നോരെ അമ്മണിയുണ്ടേ ജനകനു സമനല്ല